മക്കളെ വെൽക്കം ബാക്ക് ടു ഫിസിക്സ് വാല. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ SLC കെമിസ്ട്രി ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായി നിങ്ങൾക്ക് 10+ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഗാനിക്കിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കയ്യിൽ ഒരു മോളിക്യൂൾ ഉണ്ട്, ഒരു അലിഫാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ആ കോമ്പൗണ്ടിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് എ സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. ഒരു സംയുക്തത്തില് 6 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അതിൽ 6ാമത്തെ ആൾ ആരാണ്? നമ്മുടെ കാർബോക്സിലിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്. COOH ഗ്രൂപ്പ് വരുന്നുണ്ട്. അതിൽ നമുക്ക് 2 സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും? 2 മാർക്കിന്റെ ചോദ്യമാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ട്രൈ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ തന്നിരിക്കുന്ന സംയുക്തത്തിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടന വരയ്ക്കുക. അതേപോലെ അതേ കുടുംബത്തിൽപ്പെട്ട 5 കാർബൺ ഉള്ള ഒരു ആസിഡിന്റെ ഫോർമുല എഴുതാനും കൂടി, പേര് എഴുതാനും കൂടി, IUPAC നെയിം എഴുതാനും കൂടി പറഞ്ഞിട്ടുള്ള. അപ്പോൾ 2 മാർക്കാണ് ചോദ്യത്തിന് വരുന്നത്. നമുക്ക് നോക്കാം. 1 2 3 4 5 6. 6ാം സ്ഥാനത്ത് എന്ത് കൊടുക്കുക? കാർബോക്സിലിക് ആസിഡ്. ആരാണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ്? ഇതാ COOH എന്ന് കൊടുത്തു. അപ്പൊ എങ്ങനെ ഫോർമുല വരുന്നത്? CH3 CH2 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 CH2. 6ാം സ്ഥാനത്ത് എന്ത് കൊടുത്തു? നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് കൊടുത്തു. ക്ലിയർ അല്ലേ? പേരെന്ത് വരും? ഹെക്സനോയിക് ആസിഡ്. അപ്പൊ ഇത് ഏത് കുടുംബമാണ്? കാർബോക്സിലിക് ആസിഡ് ഫാമിലിയാണ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാ വരുന്നത്? COOH ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതേ കുടുംബത്തിൽപ്പെട്ട 5 കാർബണിലുള്ള സ്ട്രക്ചർ വരയ്ക്കാൻ. അപ്പൊ എങ്ങനെ വരും? 1 2 3 4. 5ാം സ്ഥാനത്ത് ആര് വരയ്ക്കുക? ഇതേപോലെ COH വരയ്ക്കുക. പേരെന്തായിരിക്കും വരാ? പെന്ററോയിക് ആസിഡ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്സ്. തന്നിരിക്കുന്ന സംയുക്തങ്ങളുടെ ഘടനാവാക്യം എഴുതുക. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന IUPAC നെയിം തന്നിട്ടുണ്ട്, സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ. അപ്പൊ നമ്മൾ എങ്ങനെ 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ വരയ്ക്കുക? 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ. അപ്പൊ നമുക്ക് പ്രൊപ്പൈൻ വരയ്ക്കാൻ അറിയാം. പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺസ് ഉണ്ടായിരിക്കുക? 3 കാർബൺ. 1 2 3. അതിലെ 2ാം സ്ഥാനത്ത് 2 എവിടെ വരാ? 1 2 3. 2ാം സ്ഥാനത്ത് 2 ബ്രോമിൻ ഉണ്ട്. അപ്പൊ ഇവിടെ വരയ്ക്കുക BR. മുകളിൽ എന്ത് വരയ്ക്കുക? BR. അപ്പൊ 2 ബ്രോമിൻ വരച്ചു. ബാക്കി എന്ത് വെച്ച് ഫില്ല് ചെയ്യുക? ഹൈഡ്രജൻസ് വെച്ച് ഫില്ല് ചെയ്യുക. CH3. ഇവിടെ എന്ത് വരും? CH3. അപ്പൊ ഇതാണ് ആരുടെ ഫോർമുല വരുന്നത്? ഇതാ CH3 CBr BR CH3. അപ്പൊ 2ാം സ്ഥാനത്ത് 2 ബ്രോമിൻ ഉണ്ട്. 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ B ക്വസ്റ്റ്യൻ പ്രൊപ്പൈൻ ഉണ്ട്. നമുക്ക് പ്രൊപ്പൈൻ ഇവിടെ വരയ്ക്കാം. പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. 3 കാർബൺ വരയ്ക്കുക. 1 2 3. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കുക? ട്രിപ്പിൾ ബോണ്ട് മറക്കുക. അപ്പൊ മിസ് ഇവിടെ മറക്കാൻ പോണ്. വരച്ചു. ബാക്കി ഫില്ല് ചെയ്യാ. ഇതാ CH3. ഇവിടെ ആൾറെഡി 1 ആയി 2 ആയി 3 ആയി 4 ബോണ്ടായി. ഈ കാർബൺ നമ്മൾ 3 ആയി. 4ാമത്തെ ബോണ്ടിൽ ആരെ കൊടുത്തു? CH കൊടുത്തു. ഇത് ആരെ ഫോർമുല വരുന്നത്? പ്രൊപ്പൈനിന്റെ ഘടന വരച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് 2 വരച്ചു നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ നേടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ അടുത്ത 3ാമത്തെ ചോദ്യമാണ്, അനലൈസ് ദ ഗിവൺ സ്ട്രക്ചർ. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചർ നോക്കുക. ആ സ്ട്രക്ചറിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ പറഞ്ഞാൽ എന്തായിരുന്നു? പ്രധാന ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് നോക്കുക, എഴുതാം. വാട്ട് ഇസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ദ മീഥൈൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ്. ഏത് കാർബണിന്റെ മുകളിലാണ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, IUPAC നെയിം എഴുതാം. 3 ചോദ്യങ്ങൾക്കും കൂടി ഓരോ മാർക്ക് വീതം. ടോട്ടൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഏതാണ് പ്രധാന ചെയിൻ? അപ്പൊ എണ്ണി നോക്കുക. നേരെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4. ഇങ്ങനെ പോയാൽ 3 എണ്ണം, ഇങ്ങനെ പോയാലും 4 എണ്ണം. ഇനി വേറെ വഴി പോയി നോക്കാം. 1 2 3 4 5. ഈ വഴി എണ്ണി നോക്കിയാൽ നമുക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 5 എണ്ണം കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ ഏതാണ് നമ്മുടെ പ്രധാന ചെയിൻ വരാ? 5. ബാക്കി ഏത് വഴി പോയാലും 3 4 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ എടുക്കണം. ലോങ്സ്റ്റ് ചെയിനിൽ എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 5 കാർബൺസ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ലോങ്സ്റ്റ് ചെയിനിൽ 5 കാർബൺ ആണുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന്റെ എണ്ണം എഴുതാനാണ്. അപ്പൊ നമുക്ക് എണ്ണി നോക്കിയാലോ. കറക്റ്റ് ആയിട്ട് നമ്പർ ചെയ്യാം. 1 2 3 4 5. തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5. എങ്ങനെ എണ്ണിയാലും എങ്ങനെ വരുന്നത്? 3ാം സ്ഥാനത്താണ് 2 ശാഖ ഇരിക്കുന്നത്. 1 2. കണ്ടോ? 2 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ മീഥൈൽ ഗ്രൂപ്പുകൾ ഇരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ നമ്പർ എത്രയാണ്? എത്ര പേരാ നമ്പർ? 3ാം സ്ഥാനം. കണ്ടോ? 3rd പൊസിഷനിലാണ് 2 മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എത്ര വരും? 3. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അതാണ് നമുക്ക് കുറച്ച് തെറ്റിക്കുന്നത് മക്കള്. ശ്രദ്ധിച്ച് നമ്പർ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ 3ാം സ്ഥാനത്ത് 2 മീഥൈൽ ഉണ്ട്. അപ്പൊ പേര് എഴുതുമ്പോൾ എന്ത് കൊടുക്കുക?
ഇതായിരുന്നു നമ്മളുടെ കോമ്പൗണ്ട് അല്ലേ? ഇതായിരുന്നു നമുക്ക് തന്ന കോമ്പൗണ്ട്. നമ്മൾ നമ്പർ ചെയ്തപ്പോൾ 1 2 3 4 5 3ൽ 2 ശാഖ കിട്ടി, 2 ബ്രാഞ്ച് കിട്ടി. അപ്പൊ പേര് എങ്ങനെ വരും? 3 പൊസിഷനിലെ 2 ബ്രാഞ്ചസ്. അപ്പൊ നമുക്ക് 3 2 ബ്രാഞ്ച് എന്ന് കാണിക്കാൻ കോമ ഇടുക, എഗെയിൻ 3 എന്ന് എഴുതുക, 3,3 രണ്ടെണ്ണം എന്ന് കാണിക്കാൻ ഹൈഫൺ ഇട്ടു ഡൈ എന്ന് കൊടുക്കുക. 3,3 ഡൈ. ആരാണ് ഡൈയിൽ ഇരിക്കുന്നത്? 2 മീഥൈൽ അല്ലേ? അപ്പൊ മീഥൈൽ, ഡൈ മീഥൈൽ. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 5 ആണ്. 5 ആണെങ്കിൽ പേരെന്താ വരിക? പെന്റെയിൻ. 3,3 എന്ത് വരും? ദാ ഇങ്ങനെ വേണം എഴുതാൻ, ഡൈ മീഥൈൽ. ടോട്ടൽ 5 എണ്ണമാണ്. 5 ആണെങ്കിൽ പേരെന്ത് വരും? പെന്റെയിൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസറും കൂടി എത്തി കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് കിട്ടും. ടോട്ടൽ 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ചെയ്യണം. കറക്റ്റ് ആയി നമ്പർ ഇടുക. നമ്പർ ഇടുന്ന സമയത്ത് നമ്മൾ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം. അത് ഫസ്റ്റ് എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിച്ചതിന് ശേഷം ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കുക. സെറ്റ് അല്ലേ ഈ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. PVC is a widely used polymer. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പോളിമർ ആണ് ഇത്, പോളിവിനൈൽ ക്ലോറൈഡ് ആയിട്ടുള്ള PVC. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പഠിക്കാം. VC ആണ് അതിന്റെ മോണോമർ. VCകൾ യോജിപ്പിച്ചാൽ PVC ആകും. സ്റ്റാർട്ടിംഗ് ഫ്രം ഈഥൈൻ, ഹൗ വിൽ യു പ്രിപ്പയർ PVC? ഈഥൈനിൽ നിന്ന് എങ്ങനെ PVC നിർമ്മിക്കും? അതേപോലെ ആ റിയാക്ഷൻസ്, ഓരോ സ്റ്റെപ്പിലും ഉള്ള റിയാക്ഷൻസ്, ആ പ്രിപ്പറേഷൻസ് അവിടെ എഴുതാൻ. ഫസ്റ്റ് ക്വസ്റ്റിന് 2 മാർക്കാണ്. അടുത്ത ക്വസ്റ്റിന് റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ഇൻവോൾവ് ഇൻ ഈച്ച് സ്റ്റെപ്പ് ഓഫ് പ്രിപ്പറേഷൻ. അത് ഏത് റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, അഡീഷൻ ആണോ, പോളിമറൈസേഷൻ ആണോ, ഏത് റിയാക്ഷൻ ആണെന്ന് എഴുതി കഴിഞ്ഞാൽ അതിനൊരു മാർക്ക്. ടോട്ടൽ 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഈഥൈൻ എടുക്കാം. ഈഥൈനെ നമ്മൾ എന്താക്കി മാറ്റണം? VC ആക്കി മാറ്റണ്ടേ? അപ്പൊ VC ആക്കാൻ ആരെ വെച്ച് ആഡ് ചെയ്യാം? HCl വെച്ച് ആഡ് ചെയ്യാം. Hന് ഒരു കാർബണും കൊടുത്തു, Clന് മറ്റൊരു കാർബണും കൊടുത്തു. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CHCl ഡബിൾ ബോണ്ട് CH2. ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റി 1 ക്ലോറോ ഈത്തീൻ കിട്ടി. ഈ എത്തീന്റെ പേരാണ് ഇത് VC, വിനൈൽ ക്ലോറൈഡ്. ഈ വിനൈൽ ക്ലോറൈഡുകൾ യോജിപ്പിച്ചാൽ കിട്ടുന്നതാണ് ഏത്? നമ്മളെ PVC. അപ്പൊ വിനൈൽ ക്ലോറൈഡ് എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഒരു വിനൈൽ ക്ലോറൈഡ് മതിയോ? അല്ല, ധാരാളം വിനൈൽ ക്ലോറൈഡ്, കുറേ മോണോമേഴ്സ് യോജിപ്പിക്കുക. റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമേഴ്സ് ഫോം പോളിമർ. ദ പ്രോസസ് ഈസ് നോൺ ആസ് പോളിമറൈസേഷൻ. അല്ലെ, മോണോമറുകളെ കൂട്ടി യോജിപ്പിച്ച് ഒരു വലിയ തന്മാത്രയായി മാറുന്ന പ്രോസസ് ആണ് ഇത്, പോളിമറൈസേഷൻ. അപ്പൊ ഇവിടെ എന്ത് വരും? ദാ NCH2 ഡബിൾ ബോണ്ട് CHCl എന്ന് വന്നു. കൂട്ടി യോജിപ്പിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഡബിൾ ബോണ്ട് വരണം, എന്ത് എഴുതാ? സിംഗിൾ ബോണ്ട് എഴുതാ. തുടക്കം അവസാനം ഒരു എന്ത് ചെയ്യാ? ബോണ്ട് ഇടാ. പുറത്ത് എന്ത് കൊടുക്കുന്നു? N എഴുതാ. പേരെന്ത് കിട്ടി? PVC, പോളി വിനൈൽ ക്ലോറൈഡ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓരോ സ്റ്റെപ്പിന്റെ പേര് എഴുതാനാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ റിയാക്ഷൻ ഏതായിരുന്നു? ആഡ് ചെയ്തു, ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റി. അപ്പൊ ഈ റിയാക്ഷന്റെ പേരാണ് അഡീഷൻ. അഡീഷൻ റിയാക്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് നടന്നത്? പോളിമറൈസേഷൻ. അപ്പൊ ആ പേര് എഴുതുന്നതിന് ഓരോ പേരുകൾക്കും 1/2 മാർക്ക് വീതം, ടോട്ടൽ 1 മാർക്ക്. ഫസ്റ്റ് റിയാക്ഷൻ അഡീഷൻ ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ ഏതാണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ടോട്ടൽ 3 മാർക്കാണ് ഈ ക്വസ്റ്റിന് വരുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. നമ്മൾ അടുത്തൊരു ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത്. C4H6 is the molecular formula of an open chain hydrocarbon. Write the general formula of the family to which this hydrocarbon belong. നമുക്കൊരു തന്മാത്ര തന്നിട്ടുണ്ട്. ആകെ മൊത്തം C4H6. അങ്ങനെയാണെങ്കിൽ അത് ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? കാർബണിന്റെ എണ്ണം 4, ഹൈഡ്രജന്റെ എണ്ണം ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചത് അല്ലെ. 4ന്റെ ഇരട്ടി 8, 8ന് 2 കുറച്ചാൽ 6. അപ്പൊ അത് ആരാ വരിക? ജനറൽ ഫോർമുല CnH2n-2 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും, ആൽക്കൈൻ കുടുംബമായിരിക്കും വരിക, ആൽക്കൈനുകൾ. ദെൻ അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഘടന വരയ്ക്കാൻ. വരച്ചിട്ടുണ്ട്. എങ്ങനെ വരാം? CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. 4 കാർബൺ 6 ഹൈഡ്രജൻ വരുന്ന എണ്ണി നോക്കാം നമുക്ക്. 5 5 1 6. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് കൊടുക്കാം? ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു പൊസിഷൻ ഐസോമർ, വേറൊരു ഘടന വരയ്ക്കാൻ, വേറൊരു സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാം. ഈ ട്രിപ്പിൾ ബോണ്ട് ഇവിടെ വരയ്ക്കണം എന്നില്ല, നമുക്ക് എവിടെ വരയ്ക്കാം? ഇത് 1ാം സ്ഥാനത്താണ്. ജസ്റ്റ് ഒന്ന് പൊസിഷൻ ഇങ്ങോട്ട് വരയ്ക്കാം. 2ാം സ്ഥാനത്ത് വരച്ചു. കണ്ട, 2ാം സ്ഥാനമാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ വരും. ഓക്കെ. സോ ഇവ രണ്ടും കാണിക്കുന്നത് ഒരേ തന്മാത്രാ സൂത്രമാണ്, ഒരേ മോളിക്കുലർ ഫോർമുലയാണ്. പക്ഷേ അവ എഴുതിയത് ഒരേപോലെയാണോ? സ്ട്രക്ചർ സെയിം ആണോ? അല്ല. ഇവിടെ 1ാം സ്ഥാനത്താണ് ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുള്ളത്. ഇവിടെ എവിടെ ഇരിക്കുന്നത്? 2ാം സ്ഥാനത്താണ്. ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനത്തിൽ മാറി, സ്ഥാനം മാറിക്കഴിഞ്ഞാൽ അവയെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമേഴ്സ്. ആൻഡ് ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് പൊസിഷൻ ഐസോമറിസം. ഓക്കെ അല്ലേ? ഇവർ രണ്ടിന്റെയും തന്മാത്രാ സൂത്രം ഒന്നാണ്. പക്ഷെ എന്തിൽ മാറ്റം വന്നു? സ്ഥാനത്തിൽ മാറ്റം വന്നു. ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനത്തിൽ മാറ്റം വന്നു. ആരവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? ട്രിപ്പിൾ ബോണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന C4H6 എടുക്കുക.
അതിലേക്ക് ആരെ ആഡ് ചെയ്യണം? 4 ഹൈഡ്രജൻ ആഡ് ചെയ്യണം. നമുക്ക് നോക്കാം എന്തായിരിക്കും കിട്ടുക. C4H6 എടുത്തു, അതിലേക്ക് 4 ഹൈഡ്രജൻ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എന്താ കിട്ടുക? നമുക്കറിയാം അല്ലെ, C4H6 കൂടെ 4 ഹൈഡ്രജൻ കൂടി വന്നാൽ ആരായി? 10 ഹൈഡ്രജൻ. 10 ഹൈഡ്രജൻ വന്നാൽ അത് ആരാണ്? കാർബൺ N ആണ്. ഹൈഡ്രജൻ ഡബിൾ കൂടെ 2 കൂട്ടി CnH2n+2. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ആരുടെ ഫോർമുലയായിരുന്നു? ANE ആൽക്കെയിൻസിന്റെ ഫോർമുലയാണ് അല്ലെ. ആൽക്കെയിൻസ് എല്ലാ ബോൺസും സിംഗിൾ ഏകബന്ധനമാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ഇത്, ആൽക്കെയിൻസ് ആയി. നമുക്കൊന്ന് ഘടന വരച്ചു നോക്കിയാൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരാം നമുക്ക് നോക്കാം. ഇതാ, എല്ലാ ബോണ്ടും സിംഗിൾ ആണെങ്കിൽ 4 കാർബൺ ഉള്ളത് ആരാണ്? നമ്മളുടെ ബ്യൂട്ടേൻ. CH3 CH2 CH2 CH3 ആണ് നമ്മളുടെ ആര്? C4H10 ഉള്ള നമ്മളുടെ കോമ്പൗണ്ട്. അപ്പൊ എന്താ ചെയ്തത്? ഇവിടെ അഡീഷൻ ചെയ്തു. അഡീഷൻ രാസപ്രവർത്തനത്തിൽ വഴി എന്തായി മാറി? ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി മാറി. അഡീഷൻ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട് അൺസാച്ചുറേറ്റഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്ന 5 ഇമ്പോർട്ടന്റ് ടോപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് മോർ ദാൻ 10+ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. താങ്ക് യു.